ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ. ഡെൻമാർക്ക് സൈന്യത്തോടൊപ്പം സംയുക്ത പരിശീലനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് സൈന്യം ഗ്രീൻലാൻഡിലെത്തി. ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ചെറു സൈനിക വിഭാഗങ്ങളും ഗ്രീൻലാൻഡിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ് വിദേശകാര്യമന്ത്രിമാർ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് യൂറോപ്യൻ സൈനിക വിഭാഗങ്ങൾ ഗ്രീൻലാൻഡിലെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യത്തെ ഉടൻ ഗ്രീൻലാൻഡിൽ വിന്യസിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. Au Groenland, territoire autonome du royaume de Danemark, les Européens ont une responsabilité particulière, car ce territoire appartient à l'Union européenne, car ce territoire est aussi celui d'un de nos alliés de l'OTAN. La France a décidé de se joindre à l'exercice qui a été programmé et lancé par le Danemark de manière souveraine et indépendante dans le cadre d'Arctic Endurance. Une première équipe de militaires français est déjà sur place et sera renforcée dans les prochains jours par des moyens terrestres, aériens et maritimes. ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യവും ഗ്രീൻലാൻഡിലെത്തി. ദ്വീപ് രാഷ്ട്രമായ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമെന്ന നിലപാടാണ് ട്രംപ് അറിയിക്കുന്നത്. അമേരിക്ക കീഴടക്കിയില്ലെങ്കിൽ റഷ്യയും ചൈനയും ദ്വീപ് കൈയടക്കുമെന്നും ട്രംപ് പറയുന്നു. 57,000-ഓളം വരുന്ന ദ്വീപ് ജനതയെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം പോലും ട്രംപ് നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.